അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, ഞാൻ പറയാൻ പോകുന്ന വിഷയം സമസ്ത പൊതുപരീക്ഷയിൽ 10ാം തരത്തിലെ ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 കമ്മിലിൽ ഫറാഹ ബിമാ യുനാസിബു. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായതെടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ബ്രാക്കറ്റിൽ കാഫിറുൻ മാ തശാഉ അൽ മുൽതഖി റിളാ സുലാലത്തിൻ വുജൂഹിം അത്തസ്ലീമു ജവ്വസഹ അഖ്ദാമിഹിം അൽ ഖലാഉ. അതിൽ 6 ചോദ്യങ്ങളാണ്. 1 സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ. 2 ഫമനിദ്ദഅ നുബുവ്വത ഔ ജവ്വസഹ ലി അഹദിൻ ബഅദഹു ഔ കാഫിറുൻ ലാ റൈബ ഫീഹി. നബിതങ്ങൾക്ക് ശേഷം ആരെങ്കിലും പ്രവാചകനെന്ന് വാദിക്കുകയോ മറ്റുള്ളവൻ പ്രവാചകനാണെന്ന് വിശ്വസിക്കുകയോ ചെയ്താൽ അവൻ കാഫിറാകുന്നു. 3 വല്ലക്കറമു ഇൻദല്ലാഹി തആല ഹുവൽ മുത്തഖി. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവൻ തഖ്വ ചെയ്യുന്നവനാകുന്നു. 4-മത്തെ ഒരു പദ്യമാണ്. ദഖില്ലയ്യാമു തഫ്അലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖലാഉ. 5 ഇന്നല്ലദീന അംശാഹും അലാ ഖുദാമിഹിം ഖാദിറുൻ അലാ യംശിയഹും അലാ വുജൂഹിഹിം. അന്ത്യദിനത്തിൽ മുഖം കുത്തി എഴുതുന്ന കുറേ ആളുകളുണ്ടാകും. അത് അള്ളാഹു താലയ്ക്ക് അങ്ങനെ നടത്താൻ എളുപ്പമാണ്. കാരണം അവൻ 2 കാലിൽ നടത്തി അള്ളാഹുവിന് മുഖം കുത്തി നടത്താനും എളുപ്പമാണെന്നാണ് അതിൻ്റെ താല്പര്യം. 6 ഫഅലൽ മുഅ്മിനി റിളാ ബിൽ ഖദരി വ തസ്ലീമി അത്താമു ലില്ലാഹി തആല. സെക്ഷൻ 2 ഉക്തുബുൽ ജവാബി ബി കലിമത്തിൻ വാഹിദത്തിൻ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1 മൻശഉൽ അശ്രിബതി മാഹിയ അത്തുറാബു. 2 അസഖിയു ബഈദുൻ നമ്മ മിനന്നാരി. 3 അല്ലക്കലു ബി ഷിമാലി ഷീമതും മിന ശൈത്വാനി. 4 മാതാ യഖൂലുൽ അംബിയാഉ ഇൻദ തലബിഹിം ശഫാഅതു മാനലഹ. 5 മനിൽ മുൻകിറൂന ലിൽ ഖദരിയൽ ഖദരിയത്തു. സെക്ഷൻ 3 ഉത്തരം എഴുതുക. അയ്യറല്ലാഹു തആല അംബിയാ വർ റസുല ബിമ. അംബിയാക്കളെയും മുർസലുകളെയും അള്ളാഹു ശക്തിപ്പെടുത്തിയത് എന്തുകൊണ്ടാകുന്നു? ബിമോജിസത്തിൻ കസീറത്തിൻ. അമാനുഷികമായ ധാരാളം കഴിവുകൾ കൊണ്ടാണ് അവർക്ക് അള്ളാഹു ശക്തി നൽകിയത്. 2 സിൻഫാനി മിൻ ഉമ്മത്തി ലൈസലഹുമാ ഫിൽ ഇസ്ലാമി നസീബുൻ മൻഹുമ. 2 വിഭാഗം ആളുകൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് നബിതങ്ങൾ പറഞ്ഞു. ആരെക്കുറിച്ചാകുന്നു എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ അൽ മുർജിഅത്തു വൽ ഖദരിയത്തു. 2 കൈഫൽ ഖിസാസു ബൈനൽ ഖലായിഖി. സൃഷ്ടികളുടെ ഇടയിൽ എങ്ങനെയാണ് അള്ളാഹു വിധി നടപ്പാക്കുക? അതിന് ആൻസർ അയ്യഖുദല്ലാഹു ലിൽ മദ്ലൂമീന മിൻ ളാലിമീഹിം. 4 യഷ്ഫഉ യൗമൽ ഖിയാമത്തി സലാസത്തുൻ മൻഹും. അന്ത്യദിനത്തിൽ 3 വിഭാഗം ആളുകൾ ശുപാർശകരായി വരും. അവർ ആരൊക്കെയാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ അൽ അംബിയാവു സുമ്മൽ ഉലമാവു സുമ്മ ശുഹദാവു. അംബിയാക്കളും പണ്ഡിതന്മാരും രക്തസാക്ഷികളുമാണ് ശുപാർശകരായി വരിക. 5 വമൻ അതാ അല്ലാഹു തആല ഫി അംരിഹി വനഹി മാദാ യഹ്സുലു ലഹു. ഒരാൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ലഭിക്കുക എന്നാണ് ചോദ്യം. റിളല്ലാഹി വ സവാബു. അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രതിഫലവുമാണ് ലഭിക്കുക. സെക്ഷൻ 4 തമ്മീമുൽ ഫറാഹ്. വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1 ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. 2 വമൻ അറാദൽ ഇസ്സു ഫിദ് ദുനിയ വദ്ദീനി വൽ ബറകതു ഫിൽ അമലി വർരിസ്ഖി ഫഅലൈഹി ബിതഖ്വല്ലാഹ്. ആർക്കെങ്കിലും ദുനിയാവിൽ നല്ല ഇസ്സത്തിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ തഖ്വ ചെയ്യട്ടെ എന്നാണ് അതിൻ്റെ താല്പര്യം. 3 ബിഹസ്ബി ഇംറിഇൻ മിന ശർരി അൻ യുഹ്ഖിറ അഖാഉൽ മുസ്ലിമു കുല്ലൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമൻ ദമുഹു വ മാലുഹു വ ഇർദുഹു. ഒരാൾക്ക് നാശത്തിലേക്ക് ഉണ്ടാവാനുള്ള കാരണമായി മതിയാകുന്നതാണ് തൻ്റെ സഹോദരനെ നിസാരമാക്കുക എന്നുള്ളത്. ഒരു മുസ്ലിമിൻ്റെ മേൽ ഹറാമാണ് മറ്റുള്ളവൻ്റെ ധനവും അഭിമാനവും മുതലും കോട്ടം വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യൽ ഒരു മുസ്ലിമിൻ്റെ മേൽ ഹറാമാണ് എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. സെക്ഷൻ 5 തർജിം. പരിഭാഷപ്പെടുത്തുക. ഹൈസുമാ കുന്തും ഫസല്ലു അലയ്യ വഇന്ന സലാത്തക്കും തബ്ലുഗനി. നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ മേൽ സലാത്ത് ചൊല്ലുക, നിശ്ചയം നിങ്ങളുടെ സലാത്ത് എൻ്റെ അടുക്കൽ എത്തുന്നതാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 ലാ യജ്തമിഉ ശുഹു വൽ ഈമാനു ഫീ ഖൽബി അബ്ദിൻ അബദ.
ഒരടിമയുടെ ഹൃദയത്തിൽ ഒരിക്കലും ഈമാനും പിശുക്കും ഒരുമിച്ച് കൂടുകയില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവന് പിശുക്കുണ്ടാവുകയില്ല, പിശുക്കുള്ളവന് ഈമാനും ഉണ്ടാവുകയില്ല എന്നാണ്. 3 അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലു. മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാകുന്നു. അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും ആരോടാണ് സഹവസിക്കേണ്ടത് എന്ന് നോക്കട്ടെ. കൂട്ടുകാരൻ്റെ സ്വഭാവം പോലെയായിരിക്കും നമ്മുടെ സ്വഭാവം. അപ്പോൾ നല്ല കൂട്ടുകാരോട് കൂട്ടുകൂടണമെന്നാണ് അതിൻ്റെ താല്പര്യം. സെക്ഷൻ 6 ബയ്യൻ വ്യക്തമാക്കുക. മോജിസത്ത് മൂസ നബി അലൈഹിസ്സലാം. അസാ മൂസ ഇദാ അൽഖാഹ സാറത്ത് ഹയ്യത്തൻ അളീമത്തൻ ഫൈദാ അഖദഹ സാറത്ത് അസ ലാ ഹയ്യത്തൻ. മൂസാ നബിയുടെ മോജിസത്ത് എന്താണ് എന്നാണ് വ്യക്തമാക്കേണ്ടത്. അതിൻ്റെ ആൻസർ ഇദാ അൽഖാഹ സാറത്ത് ഹയ്യത്തൻ. മൂസാ നബിയുടെ കയ്യിലുള്ള വടി നിലത്തിട്ട് കഴിഞ്ഞാൽ വലിയ ഒരു സർപ്പമാകുന്നതാണ്. വീണ്ടും അതിനെ പിടിച്ചു കഴിഞ്ഞാൽ അത് പഴയ വടിയായി തന്നെ കയ്യിൽ നിൽക്കുന്നതാണ്. ഇതാണ് മൂസാ നബിയുടെ മോജിസത്ത്. 2 തഖ്വ. തഖ്വ എന്നാൽ എന്താണ് എന്നാണ് ചോദ്യം. അതിൻ്റെ വ്യക്തമാക്കുമ്പോൾ ഇംതിസാല വാമിരില്ലാഹി തആല വജ്തിനാബ് നവാഹിഹി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും വിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യുക എന്നാണ് തഖ്വ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. 3 അൽ ഹിസാബുൽ യസീറു. ഏറ്റവും ചെറിയ വിചാരണ എന്ന് പറഞ്ഞാൽ ഫഹുവ അർളുൽ അഅമാലി അലൽ മുഅ്മിനി ഫയുഖിറു ബിഹാ വയഗ്ഫിറുല്ലാഹു ലഹു. അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അവൻ്റെ മേൽ വെളിവാക്കുകയും അവനത് സമ്മതിക്കുകയും അപ്പോൾ തന്നെ അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ചെറിയ ഹിസാബ്, വിചാരണ. അള്ളാഹു നമ്മളെയൊക്കെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സെക്ഷൻ 7 ഉക്തുബുൽ മാന. അർത്ഥമെഴുതുക. സഹ്റത്തുൻ എന്ന് പറഞ്ഞാൽ പാറ, ഷുഹ്വൻ പിശുക്ക്, അറക്കുൻ വിയർപ്പ്, ജാരിയത്തുൻ അടിമ, വേലത്തുൻ അണ്ടം, കരീനുൻ ചങ്ങാതി, ഇമാതത്തുൻ നീക്കൽ, സഈദുൻ നിരപ്പായ സ്ഥലം, തസദ്ദിൻ നേരിടൽ. ഇത്രയും കാര്യങ്ങളാണ് 10ാം തരത്തിലെ ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് പൊതുപരീക്ഷ ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള പരീക്ഷയിൽ എക്സാമിലൊക്കെ വിവിധതരം ചോദ്യങ്ങളും ആൻസറുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പാഠഭാഗങ്ങൾ നന്നായി വായിച്ച് പഠിക്കുക. മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ പരീക്ഷകളുടെ എക്സാമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ നിന്ന് സംഘടിപ്പിച്ചത് കൃത്യമായി മനസ്സിലാക്കി നോട്ട് ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല മാർക്കോടെ വിജയിക്കാൻ സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.